എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ലോകത്ത് നടക്കുന്ന ചില പുതിയ കാര്യങ്ങളെപ്പറ്റി അറിയാം. ലോകാരോഗ്യ സംഘടന, അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വലിയ സംഘടന, കൊറോണ വൈറസ് എങ്ങനെയാണ് തുടങ്ങിയതെന്ന് കണ്ടെത്താൻ ഒരു പഠനം നടത്തിയിരുന്നു. 4 വർഷം നീണ്ട ഈ പഠനത്തിനുശേഷം അവർ പറയുന്നത്, രോഗം എങ്ങനെ തുടങ്ങി എന്നതിനെക്കുറിച്ചുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. കൂടുതൽ തെളിവുകളും സൂചിപ്പിക്കുന്നത് ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നതാകാമെന്നാണ്. ഒരുപക്ഷേ വവ്വാലുകളിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു മൃഗം വഴി മനുഷ്യരിലേക്ക് എത്തിയതാകാം. എന്നാൽ ചൈനയിലെ ഒരു ലാബിൽ നിന്ന് അബദ്ധത്തിൽ പുറത്തുപോയതാണോ എന്ന സംശയവും അവർ തള്ളിക്കളയുന്നില്ല. കാരണം ശാസ്ത്രജ്ഞർക്ക് പഠിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും ചൈന നൽകിയില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ രോഗം തുടങ്ങിയതെന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു പൊതുവിജ്ഞാനമായി ഓർത്തുവെക്കാം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ഇനി നമുക്ക് ബഹിരാകാശത്തെ ചില പുതിയ വിശേഷങ്ങൾ കേൾക്കാം. ഹബിൾ, ജെയിംസ് വെബ്ബ് പോലുള്ള വലിയ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഒരുപാട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ചില ഗാലക്സികളുടെ നടുവിൽ ഭീമാകാരമായ തമോഗർത്തങ്ങളുണ്ട്. ഇവ എങ്ങനെയാണ് വലുതാകുന്നതെന്ന് ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെയിംസ് വെബ്ബ് ടെലിസ്കോപ്പ് വളരെ മനോഹരമായ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് സ്വർണ്ണ ശനി എന്ന് വിളിക്കുന്ന ചിത്രം. അതുപോലെ നമ്മുടെ അടുത്തുള്ള ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന, ഏകദേശം ശനിയുടെ അത്രയും വലുപ്പമുള്ള ഒരു പുതിയ ഗ്രഹത്തെയും കണ്ടെത്തിയിട്ടുണ്ട്. ഗാലക്സികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അവർ പഠിക്കുന്നു. കട്ടിയുള്ള ഭാഗം ആദ്യം രൂപപ്പെടുകയും പിന്നീട് കനം കുറഞ്ഞ ഭാഗം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ. നമ്മുടെ ഇന്ത്യയുടെ ISROയും ബഹിരാകാശ ഗവേഷണത്തിൽ ഒരുപാട് മുന്നിലാണ്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും നമ്മൾ വിജയകരമായ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. പെഗ്ഗി വിറ്റ്സൺ എന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച വനിതയാണ് അവർ. അവർ ഇപ്പോൾ 4ാമത്തെ ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുകയാണ്. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗവേഷണ കേന്ദ്രമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഈ യാത്രയിൽ ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ലിയുമുണ്ട്. ഭാവിയിൽ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കുന്നത് ഇന്ന് നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതുപോലെ ഒരു സാധാരണ കാര്യമായി മാറുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇപ്പോഴുള്ള ബഹിരാകാശ നിലയത്തിനു പകരം പുതിയൊരെണ്ണം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഇനി അല്പം ബുദ്ധിയുടെ കാര്യങ്ങൾ സംസാരിക്കാം. ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക്, അതായത് ഉയർന്ന IQ ഉള്ളവർക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ ശരിയായി പ്രവചിക്കാൻ കഴിയുമെന്നാണ് ഒരു പുതിയ പഠനം പറയുന്നത്. IQ എന്ന് പറയുന്നത് ഒരാളുടെ ബുദ്ധിയുടെ ഒരു അളവാണ്. ഇങ്ങനെ ശരിയായി കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ്, ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും വലിയ തെറ്റുകൾ ഒഴിവാക്കാനും സഹായിക്കുമെന്ന് ഈ പഠനം പറയുന്നു. ബ്രിട്ടനിലെ ശാസ്ത്രജ്ഞർ ഒരു വലിയ പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യന്റെ DNA കൃത്രിമമായി നിർമ്മിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും അടങ്ങിയിരിക്കുന്നതും നമ്മുടെ രൂപവും സ്വഭാവവുമെല്ലാം തീരുമാനിക്കുന്നതുമായ ഒരു വസ്തുവാണ് DNA. ഇത് വിജയകരമായാൽ ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. മറ്റൊരു കൗതുകകരമായ വാർത്ത, ലോകത്തിലെ ഏറ്റവും വരണ്ട സ്ഥലങ്ങളിലൊന്നായ ചിലിയിലെ അറ്റക്കാമ മരുഭൂമിയിൽ ഈയടുത്ത് മഞ്ഞുവീഴ്ചയുണ്ടായി. 10 വർഷത്തിനു ശേഷമാണ് അവിടെ മഞ്ഞു വീഴുന്നത്. അതുപോലെ ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള പാറകൾ കാനഡയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 400 കോടിയിലധികം വർഷം പഴക്കമുണ്ട് ഈ പാറകൾക്ക്. ഇത് ഭൂമിയുടെ തുടക്കകാലത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകും. ക്യാൻസർ ചികിത്സാരംഗത്തും പുതിയ മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഒരു പുതിയ ക്യാൻസർ മരുന്ന് വികസിപ്പിച്ചു. ഇത് ട്യൂമറുകളുടെ വളർച്ച തടയാൻ സഹായിക്കുന്നു. അതുപോലെ പണ്ട് വിരകളെ നശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ചില പഴയ മരുന്നുകളും ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന കമ്പനി കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച തിരികെ നൽകാനുള്ള ഒരു ഉപകരണം വികസിപ്പിക്കുന്നുണ്ട്. തലച്ചോറിൽ ഘടിപ്പിക്കുന്ന ഒരു ചെറിയ ചിപ്പാണിത്. കുരങ്ങുകളിൽ ഇത് വിജയകരമായി പരീക്ഷിച്ചു. ഇനി മനുഷ്യരിലും പരീക്ഷിക്കാൻ തുടങ്ങും. തുടക്കത്തിൽ കുറഞ്ഞ കാഴ്ചയായിരിക്കും കിട്ടുക. എന്നാൽ ഭാവിയിൽ സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ഈ ചിപ്പ് ഉപയോഗിച്ച് കാണാൻ സാധിച്ചേക്കാം. ചൈനയിലെ ശാസ്ത്രജ്ഞർ ഒരു അത്ഭുതകരമായ കാര്യം ചെയ്തു. 2 ആണെലികളുടെ ജനിതക വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് അവർ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു. സാധാരണയായി ഒരു കുഞ്ഞുണ്ടാകാൻ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമുള്ള കോശങ്ങൾ വേണം. എന്നാൽ ആണെലികളുടെ കോശങ്ങളിൽ ചില പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയാണ് അവർ ഈ നേട്ടം കൈവരിച്ചത്. ഇത് ശാസ്ത്രലോകത്ത് ഒരു വലിയ മുന്നേറ്റമാണ്. എങ്കിലും ഈ പരീക്ഷണം വിജയിച്ചത് വളരെ കുറഞ്ഞ തോതിലാണ്. അതുകൊണ്ട് മനുഷ്യരിൽ ഇത് പ്രയോഗിക്കാൻ ഒരുപാട് കാലമെടുക്കും. സോഷ്യൽ മീഡിയയിൽ പ്രശസ്തനായ ടാനർ മാർട്ടിൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ 30ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ചു മരിച്ചു. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം തന്റെ രോഗാവസ്ഥയെയും ചികിത്സയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുമായി പങ്കുവച്ചിരുന്നു. മരിക്കുന്നതിനു മുൻപ് തന്റെ മകളെ കാണണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമായിരുന്നു. അവസാനമായി ഒരു വാർത്ത. ബ്രസീലിൽ കോൾഗേറ്റ് കമ്പനി അവരുടെ ഒരുതരം ടൂത്ത്പേസ്റ്റ് പിൻവലിക്കുകയാണ്. കോൾഗേറ്റ് ടോട്ടൽ പ്രിവെന്റ് സവോ ആക്റ്റീവ് ക്ലീൻ മിന്റ് എന്ന പേസ്റ്റാണ് പിൻവലിക്കുന്നത്. ഒരുപാട് ആളുകൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനം. കമ്പനി പറയുന്നത് അവരുടെ പേസ്റ്റിന് ഗുണനിലവാരമുണ്ടെന്നാണ്. എങ്കിലും ഉപഭോക്താക്കളുടെ അഭിപ്രായം മാനിച്ച് പിൻവലിക്കുന്നു എന്നാണ്. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും പുതിയ അറിവുകളുമായി കാണാം.